ഞാൻ വിവാദങ്ങളിലൊന്നും ഇല്ല ഇതുവരെ. ഇല്ല, നമുക്ക് ഒരെണ്ണം സൃഷ്ടിക്കാം. പേര് ചേട്ടന്റെ ഭാര്യയെ കുറിച്ച് അറിയാം എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. ആണോ? ചേച്ചിന് തിരിച്ചു വരുമോ? ചേച്ചി മറ്റന്നാൾ വരുന്നുണ്ട് എറണാകുളത്ത്. എറണാകുളത്തേക്കല്ല, സിനിമയിലേക്ക്. ചേച്ചി പറഞ്ഞായിരുന്നോ കല്യാണം കഴിയുമ്പോഴത്തേക്ക് സിനിമ വിടും എന്നുള്ള? ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് എന്റെ കൂടെ വന്ന് പിന്നെ ഞാൻ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവരാം. ശരിയല്ല. വിജയൻ ചേട്ടനിലേക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്തത്? പൂത്തുമ്പിയും പൂവാലന്മാരുടെ കഥ പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പൊ പഴയ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിനകത്തൊക്കെ ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ആരും മിണ്ടില്ല. അതിലും വലിയ ട്രോള് വേറെ ഇല്ല. മോഹൻലാലിന്റെ റിസംബ്ലൻസ് ഉണ്ടെന്നുള്ള ഒരു സംഭവം ചേട്ടനോട് എപ്പോഴും പറയാറുണ്ടല്ലോ. ഇത് ചേട്ടന്റെ കരിയറിൽ ബാധിച്ചിട്ടുണ്ടോ? ഒരുപാടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് മോഹൻലാലിനെ പോലെ എന്നുള്ള രീതിയിൽ കുറെ കാലം എന്നെ മാറ്റി. ആദ്യം മോഹൻലാൽ ഷാജു എന്ന് പറഞ്ഞിട്ട് എന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ മാറി പാലക്കാട് ഷാജു എന്നായി, ഷാജു ശ്രീധരൻ നായർ മാറി മാറി അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. വിജയൻ ചേട്ടനിലേക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്തത്? എന്റെ ഭംഗി കണ്ടിട്ട് ചേട്ടൻ തന്നെ വേണം, ചേട്ടൻ തന്നെ വേണം. മെസ്സേജ് ആയിരുന്നോ കോൾ ആയിരുന്നോ? ചേട്ടൻ തന്നെ വേണം. വീട്ടില് പറഞ്ഞാലും വിജയേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലരുത്. വിജയേട്ടന്റെ അടുത്ത് ഒന്നും പറയാം, വിജയേട്ടൻ വരണം. കഥ പറയാമെന്ന് എന്റെ അടുത്ത് കഥ പറയാമെന്ന് നിക്കണേ. എന്ത് കഥ? ഞാൻ കഥയൊന്നുമില്ല, അങ്ങോട്ട് വരാം. ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് വിജയൻ ചേട്ടൻ പറയണം ഇനി വരുമ്പോ പൈസയായിട്ട് വരണം. കാരണം എപ്പോ വിളിക്കുമ്പോഴും ചേട്ടാ ഒന്ന് വരണേ പറയണം. എന്താണ് 100 ജോലിയുള്ള മനുഷ്യരാ. എന്തായാലും 2 പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോ എടുത്തില്ല. തൃശ്ശൂർ വന്നിട്ട് വിളിച്ചപ്പോ എടുത്തില്ല. ഈ ഡയലോഗ് പറയണോ? ഏതാ ഈ ഡയലോഗ് പറയണം? അതായത് പൈസയായിട്ട് വരാമെന്ന്. അഭിനയ ഉറപ്പല്ലേ വിജയേട്ടൻ പൈസ? ഈ പടം ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിജയേട്ടനുള്ള പാർട്ടിയാന്ന് പുള്ളി പറഞ്ഞു. പാർട്ടിയാണോ? ഇതില് ഇപ്പൊ വിജയേട്ടൻ നമ്മുടെ സൗഹൃദം നമുക്ക് ഏറ്റവും വിജയേട്ടൻ വേണം നിർബന്ധം ഞങ്ങളുടെ പ്രൊഡ്യൂസർക്കായിരുന്നു. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആകെ ചോദിച്ച കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യം, വിജയേട്ടന്റെ ഭയങ്കര ഫാനാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. അപ്പൊ പുള്ളി ആകെ പറഞ്ഞ കാര്യം എന്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞോളൂ, നിന്റെ സുഹൃത്താന്നല്ലേ പറഞ്ഞു, വിജയേട്ടനെ കിട്ടും. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. അല്ല, ആദ്യം ജയ്സൊന്ന് വരണ്ടു. ഞാൻ ഹീറോ വേഷം കയറി ഇനിയിപ്പോ ഇനി വിജയ് ചേട്ടൻ ഗുമസ്തനാവോ? പക്ഷെ അതല്ല, പിന്നെ അല്ല, വിജയ് ചേട്ടന് എന്ന് വെച്ചാൽ വേണം. അത് പ്രൊഡ്യൂസർക്ക് നിർബന്ധമായിരുന്നു. അല്ല, ആ ക്യാരക്ടറും അങ്ങനെയാണ്. ഒഴിവാക്കാൻ റെഡിയായിരുന്നോ? പിന്നെ വിജയ് ചേട്ടൻ പറഞ്ഞു പാവ ഇരുന്നോട്ടെ. അങ്ങനെ ഗുമസ്തനായി. അങ്ങനെ ഗുമസ്തനാവാൻ പറ്റി. എന്റെ ദൈവമേ, എന്തൊക്കെ കഥകളാണ് ചേട്ടാ. ഈ പൂത്തുമ്പിയും പൂവാലന്മാരുടെ കഥ പറഞ്ഞപ്പോഴേ അത് വേറെ കാര്യം അപ്ഡേറ്റ് ഉണ്ട്. അതിന്റെ ബോംബ് പൊട്ടുന്നുണ്ടല്ലോ ലാസ്റ്റ്. അതിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രോൾസും അല്ലെങ്കിൽ റീൽസ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. കണ്ടായിരുന്നോ? അതിൽ ഒരു സീനല്ലേ കണ്ടല്ലോ, കുറെ സീൻ ഉണ്ട് ട്രോള് ചെയ്യാൻ. പക്ഷെ ഒന്നല്ലേ വന്നുള്ളൂ. ആ ബോംബ് പൊട്ടുന്ന ആ ബോംബ് പൊട്ടുന്ന അതല്ലേ ബാക്കിലെ ജിയോമാറിന്റെ കാറിൽ കയറി പോകുമ്പോഴത്തേക്കും. അന്നേരം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ഇഫക്റ്റ് കാലങ്ങൾ കഴിഞ്ഞിട്ട് സഞ്ചരിക്കുന്ന ഒരു സിനിമയാണെന്ന് വിചാരിച്ചോ? ഇല്ലില്ല, അതൊരിക്കലും ഇല്ല. കാരണം ആ സിനിമയിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ ബൈജു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഹർഷോഷൻ ചേട്ടൻ, ഞാൻ, പ്രേംകുമാർ, ഞങ്ങൾ 4 പേരായിരുന്നു. വാണി വിശ്വനാഥായിരുന്നു അന്ന്. അപ്പം അന്ന് വലിയ ഏറ്റവും താരമൂല്യമുള്ള ആൾക്കാരായിരുന്നു ഇവരെല്ലാവരും. അവരുടെ കൂടെ ഞാനും അതിനകത്തൊരു ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇത് ഈ ട്രോള് വരുമ്പോൾ ഇപ്പം അതിന്റെ കുഴപ്പങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ പഴയ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പൊ പഴയ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിനകത്തൊക്കെ ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ആരും മിണ്ടില്ല. അതിലും വലിയ ട്രോള് വേറെ ഇല്ല. നമ്മുടെ പഴയ ഫിഗർ അതൊക്കെ ഒന്ന് ഇട്ട് തരും. അപ്പൊ നമ്മൾ മിണ്ടില്ല. എന്തെങ്കിലുമൊക്കെ അളന്ന് കയറി അങ്ങ് മുന്നിലേക്ക് കയറിയപ്പോ ഇതൊക്കെ ഇട്ട് ഓക്കെ. ഈ ഇൻസ്റ്റഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ചേട്ടാ, ഉനൈസ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ അറിയാവോ? ഇപ്പൊ മമ്മൂക്കയുടെ മൊത്തം അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഫാമിലി ആയിട്ടാണ് കാണുന്നത് അല്ലേ? കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് ശ്രദ്ധിക്കാറുണ്ട്. ആള് ഇടുന്ന പോസ്റ്റുകളും എല്ലാരെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് ഫാമിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്. അത് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു പുള്ളിയാണ്. കണ്ടിട്ടുണ്ടാവും. മമ്മൂക്ക ഇവരെയൊക്കെ ഇക്കമാരാണ്. മമ്മൂക്ക ഫാമിലിയാണ്. മമ്മൂക്കയുടെ ചങ്കായ ഉനേഷ് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി അല്ല, ഉനേഷ് മമ്മൂട്ടി എന്റെ സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാരും സ്റ്റാറല്ലേ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫാനായിട്ടുള്ള ഒരാളാണ് എന്നുണ്ട്. കാരണം മൂത്താപ്പാട് അത്രയും എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. അതെ. ഒരു ഫാമിലിനെ പോലെ തന്നെയാണ് പുള്ളി പോസ്റ്റ് ഇടുന്നതും കാര്യങ്ങളും എല്ലാരെയും അറിയാം. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാരെയും അറിയുന്ന പോലെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും ഭ്രാന്തമായ ഒരു ഫാമിലി ആരാധനയുള്ള ഒരാളാണ്. ഫോട്ടോയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബത്തിനെ പോലത്തെ അറിയാം. അറിയുന്ന എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിയില്ല അത് വരുമ്പോഴാണ് ഇപ്പൊ തെറിയുടെ കാര്യം തെറിയല്ല. ഞാൻ ജസ്റ്റ് ചേട്ടന്റെ പേര് ഷാജു ഇങ്ങനെ അടിച്ചു നോക്കുവായിരുന്നു. അല്ല തെറി വന്നില്ല. എനിക്ക് തെറിയില്ല, എനിക്ക് വളരെ കുറവാണ്. എനിക്ക് ഞാൻ വിവാദങ്ങളിലൊന്നും ഇല്ല ഇതുവരെ. ഇല്ല, നമുക്ക് ഒരെണ്ണം സൃഷ്ടിക്കാം. പേര് ഇപ്പൊ ഇവിടെ ഓക്കെ. അപ്പൊ ചേട്ടന് കൂടുതലായിട്ട് പീപ്പിൾസ് കുറെ സെർച്ച് ചെയ്തത് എന്താ അതല്ലേ ഫസ്റ്റ് വരിക നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഷാജു വൈഫ് നെയിം, വൈഫ് ഏജ്, വൈഫ് മൂവീസ്. ചേട്ടന്റെ ഭാര്യയെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. ശരി, വൈഫ് ആക്ട്രസ് ആയതുകൊണ്ടാണ് കൂടുതലും. ചേച്ചിന് തിരിച്ചു വരുമോ? ചേച്ചി മറ്റന്നാൾ വരുന്നുണ്ട് എറണാകുളത്തേക്ക്. എറണാകുളത്തേക്കല്ല, സിനിമയില് വരണമെന്ന് അവരോട്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ കറക്റ്റ് പറയാം. അതെന്ന് വെച്ചാല് അത് ഇപ്പോ ഡാൻസ് സ്കൂൾ വളരെ സജീവമായിട്ട് പോകുന്നു. അപ്പൊ അവര് വളരെ ബിസി ആയിട്ടുള്ളൊരു ഡാൻസ് ടീച്ചറായിട്ട് അവരുടെ പാഷൻ എന്ന് പറയുന്നത് ഡാൻസാണ്. അപ്പൊ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വസ്ഥമായിട്ട് അവര് ഡാൻസ് ഫീൽഡിലേക്ക് പൂർണ്ണമായിട്ട് മാറാമെന്ന് അവർ തീരുമാനിച്ചത് ഓക്കെ. പക്ഷെ പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ കുറച്ച് കഷ്ടത്തിലായി. കാരണം വെച്ചാൽ കാര്യങ്ങളെല്ലാം ഒരു കല്യാണം എന്താണെന്നൊന്നും നമുക്ക് അന്നത്തെ സമയത്ത് അറിയില്ല. അപ്പം നമ്മൾ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് ചിലവുകളുള്ളതെന്നും കാര്യങ്ങളാണ്. അപ്പോൾ ഒരാളെ ഒരു സെലിബ്രിറ്റീനെയും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്താകുമ്പോൾ പിന്നെ സമയത്തിന് വർക്കും ഉണ്ടാവില്ല. ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് പിന്നെ വീട് പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഉണ്ടാവില്ല. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഇതാവില്ല. അതുപോലെ ഒരു ഇതായി. പക്ഷെ ഡാൻസ് സ്കൂൾ വളരെ സജീവമായി പോകുന്നു. അപ്പം നമ്മളെക്കാൾ കൂടുതൽ സേഫ് അവിടെയാണ്. കാരണം ഇപ്പം സിനിമ എന്നും ഉണ്ടാവാൻ നാളെ ഉണ്ടാവില്ല. പക്ഷേ മറ്റുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നും പ്രോപ്പറായി നടന്നു പോകും. ഗംഭീര സ്ഥാപനമായിട്ട് അത് പോകുന്നുണ്ട്. അപ്പം നന്നായിട്ട് പോകുന്നു. ഒരുപാട് കുട്ടികൾ ചേച്ചി പറഞ്ഞായിരുന്നു കല്യാണം കഴിയുമ്പോഴത്തേക്ക് സിനിമ വിടും എന്നുള്ള. ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് പിന്നെ ഞാൻ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുപോയി. വാക്ക് പാലിക്കാൻ. ഓക്കെ. കോരപ്പൻ ഗ്രേറ്റിലായിരുന്നോ നിങ്ങൾ പരിചയപ്പെട്ട? അല്ല, ഞങ്ങള് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന് പറയുന്ന സിനിമയിലാണ് ഞങ്ങൾ ആദ്യമേ കാണുന്നത്. പിന്നെ കോരപ്പൻ ഗ്രേറ്റിലാണ് അടുത്ത് പരിചയപ്പെട്ടത്. പിന്നെ മായാജാലം, അത് കഴിഞ്ഞ ഉടനെ സ്നേഹസമ്മാനം എന്നൊരു സീരിയലിൻ്റെ ഭാര്യയായിട്ട്, ആഭരണച്ചാർത്തുള്ള പടത്തിൽ എൻ്റെ ഭാര്യയായിട്ട്, പിന്നെ വീട്ടിലേക്ക് ഭാര്യയായിട്ട് നേരെ പോകും. ഇനിയും നമ്മൾ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അഭിനയിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അതിലും വീട്ടിൽ കൊണ്ടുപോയി. ഓക്കെ ചേട്ടാ, ഈ മോഹൻലാലിന്റെ റിസംബ്ലൻസ് ഉണ്ട് എന്നുള്ള ഒരു സംഭവം ചേട്ടനോട് എപ്പോഴും പറയാറുണ്ടല്ലോ. ഇത് ചേട്ടന്റെ കരിയറിൽ ബാധിച്ചിട്ടുണ്ടോ? ഒരുപാടുണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ളതെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വന്നത്. മ്യൂക്രി എല്ലാം കാണിച്ചുകൊണ്ടാണ് വന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മോഹൻലാലിനെ പോലെ എന്നുള്ള രീതിയിൽ കുറേ കാലം എന്നെ മാറ്റി. ഇപ്പോൾ അങ്ങനെയുമില്ല. ഇപ്പോൾ അയ്യപ്പനും കോശിയും 5-ാം പാതിരയ്ക്ക് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നേരത്തെ അങ്ങനെ മാറ്റി നിർത്തിയിരുന്നു. വല്ലാത്ത വിഷമം തോന്നും. കാരണം ഒരു മ്യൂക്രിക്കാരൻ എന്ന് പറയുന്നതിൻ്റെ ഡ്രോബാക്ക് പല നടന്മാർക്കും വരുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ റിസംബ്ലൻസ് ഉണ്ട്. ആരെയാണോ ഏറ്റവും കൂടി ഇമിറ്റേറ്റ് ചെയ്ത് അവർ കറക്റ്റായിട്ടുണ്ടാവും, അവരുടെ ബോഡിയിലുണ്ടാവും. എത്രയോ ആയിരക്കണക്കിന് സ്റ്റേജുകൾ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നേരത്തെ നമ്മളുടെ ഒരു ചേഞ്ച് ആദ്യം പറയുമ്പോൾ ആദ്യം മോഹൻലാൽ ഷാജു എന്ന് പറഞ്ഞിട്ട് എന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാറി പാലക്കാട് ഷാജു എന്നായി, ഷാജു ശ്രീധരനായി, മാറി അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ ഈ അഭിനയത്തിൽ അല്ലെങ്കിൽ ചേട്ടന്റെ ഈ കരിയറിൽ ചേട്ടൻ സ്വന്തമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയോ? അതായത് ഇനി ആ ഒരു റിസംബ്ലൻസ് തോന്നാതിരിക്കണം അല്ലെങ്കിൽ? ഇപ്പം മാറ്റങ്ങൾ വരുത്തിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എനിക്ക് ഈ പടത്തിൽ വളരെ വ്യത്യസ്തമായ റോളാണ്. ഈ സിനിമയിലോ? അല്ല, ഒരാൾ പറഞ്ഞു വ്യത്യസ്തമായ റോളാണ്, ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റങ്ങൾ വരുത്താനൊന്നുമില്ല. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഇന്ന ക്യാരക്ടറാന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ നമ്മളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അല്ലാതെ അതിനകത്ത് നമ്മൾ ആര് വരുന്നു, ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ ഒരു പക്ഷേ കോൺഷ്യസ് ആയിപ്പോവും. ഞാൻ എൻ്റെ ഈ നടൻ കയറി വരുന്നുണ്ടോ, പ്രശ്നം ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു സംഭവം നമ്മൾ അങ്ങനെ ചെയ്യാന്നേ ഉള്ളൂ. നല്ല വേഷങ്ങൾ കിട്ടണം. നമുക്കൊക്കെ ഉള്ള പ്രോബ്ലം അതാണ്. അതായത് നല്ല വേഷങ്ങൾ എത്തിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളത്. ആ ധൈര്യം കാണിച്ച ഒരു സംവിധായകനാണ് ഈ പടത്തിൻ്റെ സംവിധായകൻ.
ഓക്കെ. ഇപ്പൊ ചേട്ടനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി മമ്മൂക്ക, DQ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ചേട്ടൻ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ആക്ടിങ് സ്കില്ലും കൂടെ വെച്ചിട്ടായിരിക്കുമോ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത്? ഇല്ല, അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം അവരെ പോലെ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ല. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അവരുടെ പേര് കളയുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. എനിക്ക് ആ ഫസ്റ്റ് പടം ചെയ്തപ്പോൾ എനിക്ക് ഇത് നമുക്കൊരു ടെൻഷൻ ആണല്ലേ? ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയിലോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആവും. നമുക്ക് നമ്മൾ ഡയറക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണല്ലോ നമ്മൾ ആ ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഹാപ്പി ആണെങ്കിൽ നമ്മളും ഹാപ്പിയാണ്. കാരണം നമ്മുടെ പെർഫോമൻസ് ഓക്കെയാണ്. അവരുടെ ക്യാരക്ടറിന് അവർ വിചാരിച്ച രീതിയിൽ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. എനിക്കിതിന്റെ കമ്പാരിസൺ പരിപാടികളൊന്നും വന്നിട്ടില്ല. വിജയൻ ചേട്ടാ, ഇനി പുതിയ പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെയാ? ഏത് പടത്തിൻ്റെ പന്ത് കളിയാണോ? സിനിമയുടെ എല്ലാം കൂടി മമ്മൂക്ക മോഹൻലാലോ അതൊന്നുമല്ലല്ലോ. പന്ത് കളിയെ ഞാൻ പറഞ്ഞായിരുന്നു. പന്ത് കളിയിലെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ വിജയൻ ചേട്ടൻ. പന്ത് കളിയിൽ അടുത്ത പ്രോജക്ട് ഏതാ? ലാലേട്ടന്റെയും കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് സിനിമകളിലും വിജയൻ ചേട്ടൻ അഭിനയിക്കുക. നമുക്ക് പോയി പന്ത് കളിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ കേരള പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിനെ പറ്റിയിട്ടുള്ള പൃഥ്വിരാജിന്റെ ടീം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ടീമാണ്. നല്ല ടീമാണ്. ഇപ്പൊ നല്ല സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ച് പറയേണ്ട ഒരു വേദിയല്ല. എന്നാലും പറയണം, സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പ്ലേയേഴ്സിന് കളിക്കാൻ ചാൻസ് കിട്ടണം. ISL എല്ലാ മലയാളികൾക്കും കളിക്കാൻ പറ്റുന്നില്ല. സൂപ്പർ ലീഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളി പ്ലേയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല പ്ലെയർ അല്ലെങ്കിൽ നമ്മുടെ കേരളം കണ്ട നമ്മുടെ ഫുട്ബോളിൽ നമുക്ക് പരിചയമുള്ള ഒരേ ഒരു പേരും ഒരേ ഒരു ആളും വിജയേട്ടനാണ്. വിജയേട്ടന്റെ പ്രത്യേകത എന്താ അറിയാം? വിജയേട്ടൻ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ കളി സമയത്ത് വിജയേട്ടനൊരു ആവേശം, വിഷ്വലി അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് നമ്മള് സാധാരണ ജനങ്ങളുടെ കൂടെ, ഫുട്ബോൾ പ്രേമികളുടെ കൂടെ നിന്നിട്ട് അതിലൊരാളായിട്ട് എന്നങ്ങ് പറയുക എന്നുവെച്ചാൽ നമുക്ക് അവർ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം നമുക്ക് തോന്നുന്നത് വെച്ചാലേ അത്രയും നല്ലൊരു പ്ലെയർ അങ്ങനെ പറയുന്ന സമയത്ത് ബാക്കിയുള്ള അത്രയും അണികൾക്കൊരു ആവേശമാണ്. ഒരു വല്ലാത്തൊരു ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ പുതിയ പരസ്യം എന്താ ചേട്ടാ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്? പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളിന്റെ ആഡാണ് അത്. അപ്പൊ സിനിമയുടെ പ്രൊജക്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കമ്മിറ്റി ഞാനെന്തോ ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ, ഒരു സിനിമ റിലീസായതിനു ശേഷമാണ് വിജയൻ ചേട്ടൻ അടുത്ത സിനിമ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്. അതെ, വേറെ കുറെ പണികളുണ്ടല്ലോ അല്ലേ? വേറെ പണിയൊന്നുമില്ല. വിജയന്റെ സിനിമയിലേക്ക് വേറെ ഫുട്ബോളാണ്. അപ്പൊ അതിന്റെ ഇതിൽ ബിസിയാണ് ഞാൻ. അവിടുന്ന് ഫ്രീ ആകുമ്പോൾ സിനിമ ചെയ്യുന്നു. പിന്നെ അതേ പോലീസ് ഓഫീസിനും കൂടിയാണ് അറിയാലോ. നമ്മൾ സിനിമയില്ലെങ്കിൽ ഫ്രീ ആവുമ്പോ, സിനിമയില്ലാതെ ഫ്രീ ആവുമ്പോ നമ്മൾ കളിക്കാൻ പോകുന്നു. അതെ, വിജയേട്ടൻ കളിയില്ലെങ്കിൽ മൊബൈലിൽ കളി കാണുന്നത്. ചേട്ടന്റെ പ്രൊജക്ട്സ് ഏതൊക്കെയാ? എന്റെ പ്രൊജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തരുൺ മൂർത്തിയുടെ ലാലേട്ടൻ പാടമുണ്ട്, പിന്നെ ലൂസിഫർ സെക്കൻഡ് എമ്പുരാനാണ്. പിന്നെ ഇറങ്ങാൻ 3-4 പടങ്ങൾ വേറെയുണ്ട്. അങ്ങനെ നിൽക്കുന്നു. ഇനി എന്തായാലും ഗുമസ്തിന് ശേഷം ഒന്ന് നോക്കാം. ചേട്ടാ, ഷാജി ചേട്ടാ, ഏതൊക്കെയാണ് ഇനി പുതിയ കമ്മിറ്റ് ചെയ്ത സിനിമകൾ? ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്? അതാണ് നമ്മൾ ഒരുമിച്ച് ഒരു പടം ചെയ്തല്ലേ ഉള്ളൂ. നമ്മുടെ തെരിമേരി ഒരു പടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. പിന്നെ അറ്റെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രധാന വേഷം ചെയ്തൊരു സിനിമയുണ്ട്, ഡോൺ മാക്സ് ഡയറക്ട് ചെയ്തത്. പിന്നെ രേഖാചിത്രം ആസിഫ് അലിയുടെ പടം, ED എന്ന് പറഞ്ഞിട്ട് പടം, എക്സ്ട്രാഡീസിൻ്റെ എന്ന് പറഞ്ഞിട്ട് പടം, ബബ്ബ എന്ന് പടം ചെയ്തു. അല്ല അതല്ല, അത് ഏത് പറയണം ഏതൊക്കെ അടുത്ത എന്റെ പ്രോജക്റ്റ് അമലിന്റെ പടം. ഞങ്ങളുടെ പ്രൊജക്ട് ആണ്, അതെന്താ പറയാത്തത്? തമിഴ് നായനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു. എന്തായാലും ഗുമസ്തൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ആശംസകളും. 27-ാം തീയതി സെപ്റ്റംബർ 27 കൂട്ടായ്മ. നമുക്ക് പറയാൻ വലിയ അവകാശവാദം താരങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഒരു കൂട്ടായ്മയുടെ
പുതിയ സൗഹൃദങ്ങളുടെ നിങ്ങളുടെ സംവിധായകനും എല്ലാം അവരുടെയൊക്കെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പ്രൊഡ്യൂസറിൻ്റെ റൈറ്ററിൻ്റെ ഫസ്റ്റ് മൂവി. ജെയ്സ് ഇത് ഇത്രയും പ്രധാന വേഷം ടൈറ്റിലോളം അഭിനയിക്കുന്ന ഫസ്റ്റ് മൂവിയാണ്. ഓക്കെ. നമുക്കിതുപോലൊരു വേഷം കിട്ടുന്ന നല്ല സിനിമയാണ്. ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൊച്ചു സിനിമയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഉറപ്പാണ്.